അപ്പോൾ +2 യോഗ്യത മുതൽ നമുക്ക് ജോബ് സാധ്യതകൾ നോക്കാം. അപ്പോൾ വാർഡർ വന്നിട്ടുണ്ട്, പുരുഷന്മാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഒഴിവ് വന്നിട്ടുള്ള 1676 ഒഴിവുകൾ വന്നിട്ടുണ്ട്. ശമ്പളം എന്ന് പറയുന്നത് 21 സ്റ്റാർട്ടിങ്. യോഗ്യത എന്ന് പറയുന്നത് +2 നിർദ്ദിഷ്ട ശാരീരിക യോഗ്യതകളാണ് വന്നിട്ടുള്ളത്. പ്രായം എന്ന് 18 ടു 21 വയസ്സ് വരെയാണ്. അതിനുള്ളിലുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വരുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ. ഒഴിവ് വരുന്നത് 131. ശമ്പളം വരുന്നത് 47 സ്റ്റാർട്ടിങ് വരുന്നത്. യോഗ്യത എന്ന് പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദം ഓർ ബിരുദാന്തര ബിരുദവും BEd അല്ലെങ്കിൽ BA അല്ലെങ്കിൽ BSc, BEd അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് BEd, MEd എന്നിവയൊക്കെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് പ്രായം എന്ന് പറയുന്നത് 30 കവിയാൻ പാടുള്ളതല്ല. ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ വകുപ്പുകളിലേക്ക് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാവുക. പിന്നെ വരുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഒഴിവ് വരുന്നത് 120. ശമ്പളം എന്ന് പറയുന്നത് 19 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. യോഗ്യത എന്ന് പറയുന്നത് സയൻസ് വിഷയത്തോടുള്ള +2 ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് കോഴ്സും ആണ് വരുന്നത്. ഇതിൻ്റെ പ്രായം എന്ന് പറയുന്നത് 18 ടു 27 വയസ്സ് വരെയാണ്. പിന്നെ വരുന്നതാണ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഒഴിവ് വരുന്നത് 71. ശമ്പളം പറയുന്നത് 25 സ്റ്റാർട്ടിങ്. യോഗ്യത പറയുന്നത് +2 ആണ്. +2 സയൻസ് വിഷയത്തിലുള്ള +2 ഓപ്പറേഷൻ റൂം അസിസ്റ്റന്റ് കോഴ്സും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. പ്രായം എന്ന് പറയുന്നത് 18 ടു 27 വയസ്സാണ്. പിന്നെ വരുന്നതാണ് മലേറിയ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അതിൽ ഒഴിവ് വരുന്നത് 30 ഒഴിവുകൾ വരുന്നുണ്ട്. ശമ്പളം എന്ന് പറയുന്നത് 35 സ്റ്റാർട്ടിങ്. യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് വിജയമാണ്. 10ാം ക്ലാസ് വിജയവും സാനിറ്ററി ഇൻസ്പെക്ടേഴ്സ് ഡിപ്ലോമ, മലേറിയ ഇൻസ്പെക്ടേഴ്സ് കോഴ്സും കൊതുകിനി യന്ത്രണ മേഖലയിൽ 3 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടായിരിക്കണം എന്നിവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. വയസ്സ് എന്ന് പറയുന്നത് പ്രായം എന്ന് പറയുന്നത് 18 ടു 27. പിന്നെ വരുന്ന മറ്റ് തസ്തികകളിലുള്ള ഒഴിവുകളാണ് ആയുർവേദിക് ഫാർമസിസ്റ്റ് 8 വരുന്നുണ്ട്. ഡൊമസ്റ്റിക് സയൻസ് ടീച്ചർ 20 വരുന്നുണ്ട്. ആയുർവേദ ഫാർമസിസ്റ്റ് 19 വരുന്നുണ്ട്. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ 30 വരുന്നുണ്ട്. സീനിയർ സയൻസ് അസിസ്റ്റന്റ് 2 വരുന്നുണ്ട്. പിന്നെ അപേക്ഷിക്കാൻ ഉയർന്ന പ്രായപരിധിയിൽ SC SC വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBCക്കാർക്ക് 3 വർഷത്തെയും ഇളവ് ലഭിക്കും. ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഓരോ തസ്തികയ്ക്കും പ്രത്യേകം ഒരു ടയർ ഓർ 2 ടയർ പരീക്ഷ നടത്തിയായിരിക്കും തിരഞ്ഞെടുപ്പ്. ഡൽഹിയിലാണ് പരീക്ഷാ കേന്ദ്രം. അപേക്ഷ ഫീസ് എന്ന് പറയുന്നത് വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഫീസില്ല. മറ്റുള്ളവർക്ക് 100 രൂപ ഓൺലൈനായി അടക്കണം. അപേക്ഷ പറയുന്നത് ഓൺലൈനാണ് അപേക്ഷിക്കേണ്ടത്. ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം അപേക്ഷിക്കണം. ജൂലൈ 8 മുതൽ അപേക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നിങ്ങൾക്ക് നൽകാം. അത് വെച്ച് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ്. അപ്പോൾ ഇതിന് യോഗ്യതരായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്.